തിരുവനന്തപുരം നഗരത്തിന് ഇനി പുതിയ ഭരണസമിതി. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയ ബി.ജെ.പി ആഘോഷമാക്കിയാണ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും പാളയം പള്ളിയും സന്ദർശിച്ചതിന് ശേഷമായിരുന്നു ബി.ജെ.പി അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ബി.ജെ.പി പ്രവർത്തകർ ഗണഗീതം പാടിയതിൽ പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചു. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് 26-ന് നടക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച മുതിർന്ന അംഗം കോൺഗ്രസിന്റെ ക്ലീറ്റസാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. ബി.ജെ.പി കൗൺസിലർ വി രാജേഷ്, ആർ ശ്രീലേഖ അടക്കമുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്തു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും പാളയം പള്ളിയും സന്ദർശിച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കും ശേഷമാണ് ബി.ജെ.പി അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. മുദ്രാവാക്യം മുഴക്കിയാണ് ബി.ജെ.പി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയെ പ്രവർത്തകർ വരവേറ്റത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആർ ശ്രീലേഖ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭരണഘടന കയ്യിലേന്തിയാണ് കവടിയാർ കൗൺസിലർ കെ.എസ്. ശബരിനാഥനും മറ്റ് കോൺഗ്രസ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തത്. അഡ്വക്കേറ്റ് കെ.എസ്. ശബരിനാഥൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായുള്ള വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ. വൈഷ്ണ സുരേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും. LDF അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്വാഗതം ചെയ്തത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ബി.ജെ.പി പ്രവർത്തകർ ഗണഗീതവും പാടി. ബി.ജെ.പി കൗൺസിലർമാർ ഗണഗീതം പാടിയതിനെ CPM കൗൺസിലർ അഡ്വക്കേറ്റ് SP ദീപക് വിമർശിച്ചു. കൗൺസിൽ ഹാളിൽ ഈ പറയുന്ന സത്യപ്രതിജ്ഞ നടക്കുന്ന അധികാരത്തിലിരിക്കുന്ന ഹാളിനകത്ത് തന്നെ കയറിയിരുന്ന് ഗണഗീതം പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSും BJP ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തുടക്കം തന്നെ വർഗീയവൽക്കരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെത്തി എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് 26-ന് നടക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.